4-5 വർഷമായിട്ടുള്ള എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ അവനെ വിളിച്ചിരുന്നു, എന്താണ് കാര്യം, എന്താണ് സംഭവം എന്ന് ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പും അഖിലിനെ വിളിച്ച് സംസാരിച്ചൊരു വ്യക്തിയാണ്. ഓക്കെ ആയിട്ടിരിക്കാന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല ഈ വിഷയത്തിൽ. പിന്നെ എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ സീൻ വന്നാലും ഇങ്ങനത്തെ ഒരു പ്രൊഫൈലാണ് വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. അപ്പോൾ ഐ ഹാവ് ടു ഡു വീഡിയോ. അപ്പോൾ ഞാൻ എന്തായാലും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും വീഡിയോ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തും. പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്ന അഖിലിൻ്റെ അടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ്. അവൾ വിളിച്ചോടി പോയത് അവളെ ചോയ്സാണ്, അതിൽ ആരും ബ്ലെയിം ചെയ്യരുത്. ചിലരൊക്കെ അവൾ വിളിച്ചോടി പോയി വീഡിയോ വരെയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടേക്കുന്നു. നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. CCTV ഫുട്ടേജ് അതിനിടയിൽ ആർക്കും എടുത്ത് പുറത്തിരുന്നു. ആ CCTV ഫുട്ടേജ് ഈ പറഞ്ഞ പോലെ അവൾ പോയി, അവർക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അവൾ പോയി. മേഘ പോലീസ് സ്റ്റേഷനിൽ എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമോ? അതൊന്നും അറിയാതെ നിങ്ങൾ അവരെ സൈഡൊന്നും അറിയാതെ ജഡ്ജ് ചെയ്യരുത്. ആ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരാളോട് ആ പെൺകുട്ടി പോയി, അത് അവളുടെ ചോയ്സാണ്. ആ പെൺകുട്ടിയുടെ സൈഡ് നിങ്ങൾക്ക് അറിയാമോ? ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമോ? ഒന്നും അറിയാൻ നിങ്ങൾ വീഡിയോ ഇല്ലേ? എന്നാൽ ആ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിലിൻ്റെ അടിക്ക് വേറെ പല പെൺപിള്ളേരുമായിട്ട് ബന്ധമുണ്ട്, അതുകൊണ്ടാണ് വിളിച്ചോടി പോയെന്ന്. നിങ്ങൾ പലരും അറിഞ്ഞാണല്ലേ? പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ബ്ലെയിം ഗെയിം സൈഡ് വരുന്നത്, അതായത് അഖിൽ NRDയെ വൈഫ് ഉപേക്ഷിച്ച് ഒളിച്ചോടി പോകുമ്പോൾ അഖിൽ NRDക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അഖിൽ NRDയിൽ എന്തോ വിഷയമാണ്. ഈ പോലീസ് സ്റ്റേഷനകത്ത് ഈ പെൺകുട്ടി പോയിട്ട് മൊഴി കൊടുത്തപ്പോൾ അഖിൽ വേറെ സ്ത്രീയായിട്ട് അല്ലെങ്കിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന രീതിയിൽ സംസാരിച്ചുള്ള കമന്റുകൾ കമന്റ് ബോക്സിൽ വരുന്നു. കമന്റ് ബോക്സിലെ കമന്റുകൾ എന്താ പറയുക, വേറെ ആളുടെ ലൈഫിൽ ഇങ്ങനത്തെ കമന്റ് ഇടുക എന്ന് പറയുമ്പോൾ ചിലർക്ക് ഭയങ്കര ഹരമാണ് തോന്നുന്നു. സ്വന്തം കൂട്ടുകാരെ അവൻ്റെ ലൈഫിൽ സ്വന്തം ഭാര്യ അവനെ ഉപേക്ഷിച്ചിട്ട് പോയി മൂഞ്ചി കുത്തിയിരിക്കുമ്പം അവനെ ഉപദേശിക്കാൻ എന്നുള്ള രീതിയിൽ വിളിച്ചിട്ട് അവൻ്റെ വായിൽ നിന്ന് നാട്ടുകാർ മൊത്തം അറിയാത്ത കാര്യങ്ങൾ, അവനെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആൾക്കാർ മാത്രം അറിയാവുന്ന കാര്യങ്ങൾ അവൻ്റെ വായിൽ നിന്ന് ഊറ്റിയെടുത്തിട്ട് അത് അവൻ്റെ പെണ്ണും പിള്ളേരുടെ ഫോട്ടോയും വെച്ച് തമ്മിലും ഉണ്ടാക്കി നാട്ടുകാരെ കമന്റ് ഇടരുതേ, അഖിലനാടി യു മസ്റ്റ് ഗോ ഓൺ, യു മസ്റ്റ് മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കുന്ന രീതിയിൽ അറിയാത്ത ആൾക്കാരെ കൂടെ ബാക്കിയുള്ള സംഭവങ്ങളും അവൻ്റെ കുടുംബകാര്യങ്ങളും കുടുംബ പ്രശ്നങ്ങളും അവൾ എന്ത് പറഞ്ഞു, അവൻ എന്ത് പറഞ്ഞു, എന്താണ് കാര്യം എന്നുള്ളതെല്ലാം കൂടെ നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് ഐ മസ്റ്റ് ഹാവ് ടു ഡു വീഡിയോ. കാരണം യൂട്യൂബ് എഗ്രിമെൻ്റ് ഉണ്ട്, ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചൂലെടുത്ത് ചന്തിക്കടിക്കുമായിരിക്കും. കീപ് ഗോയിങ് ഓൺ മിസ്റ്റർ. ശത്രുക്കൾക്ക് പോലും ഇതുപോലൊരു മൂഞ്ചിയ കൂട്ടുകാരനെ കൊടുക്കരുത്. 4-5 വർഷമായിട്ടുള്ള എൻ്റെ അടുത്ത സുത്താണ്. പക്ഷേ അവൻ്റെ പെണ്ടാട്ടി കുറച്ച് പോയാലും അമ്മമ്മ ചത്താലും കുഞ്ഞമ്മ പെറ്റാലും എനിക്കൊന്നുമില്ല. ഞാൻ അവൻ്റെ വായിൽ നിന്ന് കിട്ടാനുള്ളതെല്ലാം കിട്ടിയിട്ട് ഞാൻ അവൻ്റെ ഫോട്ടോയും വെച്ച് അവനെ വിറ്റ് തന്നെ ക്യാഷ് ഉണ്ടാക്കും. കൂടെ നിന്നിട്ട് കോത്തിൽ കമ്പി ആറ്റുന്ന പരിപാടി.